keep your feet to the side like this. That's fine. I'll try and cross the... God. Another way, just stretch both your legs out Yes. and sit like this on the Do side. you mind if I do that? This is called... I feel so bad that I can't cross my legs. I can sit down, but I can't get to my food. You can just hold your foot. Certainly, of course. Thank you. അപ്പൊ ഇതാണ് ഗോൾഡൻ റാംസി, ഫേമസ് ബ്രിട്ടീഷ് സെലിബ്രിറ്റി ഷെഫ്. ഈ വീഡിയോയിൽ ഇയാള് നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വെസ്റ്റേൺ കൾച്ചറിൽ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആ പൊസിഷനിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും ആ ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇതേപോലെയല്ലേ, ഞങ്ങളിൽ എത്ര ആൾക്കാർ ഇപ്പൊ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്? അധികം ആൾക്കാർ ടേബിളിൽ ഇരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു പൊസിഷനാണ് സ്ക്വാട്ട് പൊസിഷൻ. ഞങ്ങളിൽ എത്ര ആൾക്കാർ ഇപ്പൊ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ആക്കുന്നു? എല്ലാവരും വെസ്റ്റേൺ അല്ലേ. പിന്നെ ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്തം, വെസ്റ്റേൺ സ്റ്റൈൽ ക്ലോസറ്റിൽ ഇരുന്നിട്ട് ഫ്രണ്ടിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ കാല് വെച്ചെങ്കിൽ പുറത്തേക്ക് ഈസി ആയിട്ട് പോകും. ആൻഡ് ആൾസോ ഹെൽപ്ഫുൾ ഫോർ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ്. ഇറ്റ്സ് ജസ്റ്റ് മിമിക്കിംഗ് ദി സ്ക്വാട്ട് പൊസിഷൻ, റൈറ്റ്? അതിനേക്കാളും ഇന്ത്യൻ സ്റ്റൈൽ ക്ലോസറ്റ് യൂസ് ആക്കിയാൽ പോരെ. ഇപ്പൊ ജിമ്മിൽ തന്നെ നോക്കിയാൽ ഒരു 10 കൊല്ലം മുമ്പ് ജിമ്മിലേക്ക് വരുന്ന ബിഗിനേഴ്സിനോട് സ്ക്വാട്ട് എടുക്കാൻ പറഞ്ഞെങ്കിൽ അതിലൊരു 10ൽ 9 ആളെങ്കിലും ഈസി ആയിട്ട് എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ 10ൽ ഒരാൾ എടുത്തെങ്കിലേ ഭാഗ്യം. ഒന്നാ മുമ്പിലേക്ക് മടങ്ങും, ഇല്ലെങ്കിൽ ഹീൽസ് എലവേറ്റ് ആവും, ഇല്ലെങ്കിൽ മുട്ടുള്ളിലേക്ക് മടങ്ങും. ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസ്. ലെഗ് സ്ട്രെങ്ത്തും ഇല്ല, മൊബിലിറ്റി ഇല്ല, ഒന്നുമില്ല. ജനറലി ഇപ്പൊ ആൾക്കാർ മുട്ടിനെ മാക്സിമം പറഞ്ഞ് ഞങ്ങൾ 90 ഡിഗ്രിയെ ബെൻഡ് ചെയ്യുന്നുള്ളൂ, അതും ഒരു ചെയറിൽ ഇരിക്കാൻ വേണ്ടി. ഞങ്ങൾ നാച്ചുറലി ചെയ്തുകൊണ്ടായിരുന്ന ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ പൊസിഷൻ കുറെ കാലം ചെയ്യാതെ വരുമ്പോൾ ബോഡി വിൽ അഡാപ്റ്റ് ഇറ്റ് ആൻഡ് വി കാൻ സിറ്റ് ഇൻ ദാറ്റ് പൊസിഷൻ എനിമോർ. സോ ഈ 2 പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ ഹിപ്പ് സ്ട്രെങ്ത്, ഹിപ്പ് മൊബിലിറ്റി, പിന്നെ ക്വാഡ് സ്ട്രെങ്ത്, നീ സ്ട്രെങ്ത്, ആങ്കിൾ മൊബിലിറ്റി ഇതെല്ലാം കൂടും. അങ്ങനെ ഓവറോൾ ലോവർ ബോഡി സ്ട്രെങ്ത്തും ഇൻക്രീസ് ആവും. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ലൈക്ക് നടക്കാൻ, നിൽക്കാൻ, സ്റ്റെപ്പ് കയറാൻ, സ്റ്റെപ്പ് ഇറങ്ങാൻ, ജമ്പ് ചെയ്യാൻ, എല്ലാത്തിനും ഈ ലോവർ ബോഡി സ്ട്രെങ്ത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ദിവസത്തിന് ഒരു പ്രാവശ്യമെങ്കിലും നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അളവും കുറയും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണ് നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ചത്? പ്ലീസ് കമന്റ് ബിലോ. താങ്ക് യു.